पवित्रता की राह पर, पवित्रता की राह पर हमको चलते जाना है। पवित्रता की राह पर हमको चलते जाना है। जो भी मिले राह में उस मंजिल पर पहुंचाना है। जो भी मिले राह में उस मंजिल पर पहुंचाना है। पवित्रता की राह पर हमको चलते जाना है। पवित्रता की राह पर। मन में हो शुद्धता, दृष्टि निर्विकारी हो। मन में हो शुद्धता, दृष्टि निर्विकारी हो। सबको ओम शांति। ബാബ, ബ്രഹ്മബാബ അവ്യക്തമായ ആ സമയത്തെ ബാബയുടെ മക്കളുടെ മനോസ്ഥിതി, ഓരോരുത്തരുടെ മനസ്സിലെ ചോദ്യങ്ങൾ, അതിനെല്ലാമുള്ള ബാബയുടെ ഉത്തരങ്ങൾ അല്ലേ. അതിനുശേഷം പൊതുവെ ആൾക്കാർക്ക് എന്തെല്ലാം സങ്കല്പങ്ങൾ വരാം ഇങ്ങനൊരു അവസരത്തിൽ, എല്ലാം ജഗദീഷ് ഭായ് നമുക്ക് മുന്നിൽ മനസ്സിലാക്കി തന്നു. ഇനി ബാബയുടെ ഈ അന്തിമ സമയത്തെ കുട്ടികൾ, ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ബാബയ്ക്കും കുട്ടികൾ ശ്രദ്ധാഞ്ജലി സമർപ്പിക്കണമല്ലോ. അപ്പം മക്കളുടെ ആദരാഞ്ജലി എന്താണ് എന്ന് പറയാണ് ഭായ് സാബ്. ഏറ്റവും വലിയ കാര്യം, ബ്രഹ്മബാബ മക്കളിൽ നിന്ന് സാകാര രൂപത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു. അവ്യക്ത രൂപത്തിൽ ബാബയുമായിട്ടുള്ള സംബന്ധം കുട്ടികൾക്ക് നിർദ്ദേശങ്ങളായി, പാഠങ്ങളായി, രക്ഷയുടെ രൂപത്തിൽ കിട്ടിക്കൊണ്ടിരുന്നു. ബാബ അവ്യക്തമായ ഈ സമയം എല്ലാവർക്കും ഒരു വിശേഷ അവസരമായിരുന്നു. ഇത് സൃഷ്ടി നാടകത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ഇതിഹാസം മനസ്സിലാക്കിയ ബ്രാഹ്മണ കുട്ടികൾക്ക് തങ്ങളുടെ യോഗയുക്ത അവസ്ഥയിൽ ശാന്തിമയ സ്ഥിതി, ഈ ഏക മാത്ര ഉപായമേ ഉണ്ടായിരുന്നുള്ളൂ ബാബയ്ക്ക് ശ്രദ്ധാഞ്ജലി സമർപ്പിക്കാൻ. തങ്ങളുടെ യോഗയുക്ത അവസ്ഥ, ശാന്തിമയ സ്ഥിതി. കാരണം ഇതൊരു സാധാരണ ശ്രദ്ധാഞ്ജലി ആയിരുന്നില്ല കുട്ടികളുടേത്. സാധാരണ ഒരാൾക്കല്ലല്ലോ ശ്രദ്ധാഞ്ജലി കൊടുക്കേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ മക്കൾ തങ്ങളുടെ ജീവിതമാകുന്ന പുഷ്പം ബാബയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ബാബ ആ പുഷ്പങ്ങളിലെല്ലാം സുഗന്ധവും നിറച്ചിരുന്നു. അതുകൊണ്ട് ആ ആത്മീയ സുഗന്ധ പുഷ്പങ്ങളെല്ലാം തങ്ങളുടെ യോഗയുക്ത അവസ്ഥയിലൂടെ, ശാന്തിമയമായ അന്തരീക്ഷത്തിലൂടെ പ്രിയപ്പെട്ട ബാബയ്ക്ക് ശ്രദ്ധാഞ്ജലി സമർപ്പിച്ചു. ഇനി അവ്യക്ത ലോകത്തെക്കുറിച്ച്, അവ്യക്ത സ്ഥിതിയുടെ അനുഭവത്തെക്കുറിച്ച്, സൂക്ഷ്മലോകം എന്താണ്, അവ്യക്ത സ്ഥിതിയുടെ അനുഭവം എന്താണ്. പല കുട്ടികൾക്കും ആഗ്രഹമുണ്ടായിരുന്നു, സൂക്ഷ്മവദനം എന്താണ്, അവ്യക്ത സ്ഥിതിയുടെ അനുഭവം എങ്ങനെ ചെയ്യും, ബ്രഹ്മബാബയോടൊപ്പം എങ്ങനെ അവ്യക്ത മിലനം ആഘോഷിക്കും. പലരുടെയും മനസ്സിൽ ഈ ചോദ്യങ്ങളുണ്ടായിരുന്നു. ശിവബാബ,
അവ്യക്തവാണിയിലൂടെ ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം നൽകി. നമ്മളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. നമുക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമാകണമല്ലോ. കാരണം ഇപ്പോൾ അവ്യക്ത സ്ഥിതിയിലൂടെയല്ലേ നമുക്ക് ബാബയുമായി മിലനം നടത്താൻ പറ്റൂ. അവ്യക്തത്തിൽ അല്ലേ ബാബ അവ്യക്തമായി നമുക്കും നമ്മുടെ അവ്യക്ത സ്ഥിതിയിലേക്ക് ഉയർന്ന് മിലനം നടത്തേണ്ട ടൈമല്ലേ. ആരെവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് പ്രഭുമിലനം നടത്തണമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ വന്നിരിക്കണം. ബാബയുടെ വീടുകളിൽ പോലും നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തത്തിൽ ശരീരത്തിലിരിക്കുകയാണ്, പക്ഷേ വ്യക്തത്തിലിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെ അവ്യക്ത സ്ഥിതി ഉണ്ടാക്കണം, അവ്യക്ത മിലനം എങ്ങനെ നടത്തണം. ശിവ ബാബ പറഞ്ഞു, സഭി വർസോംഗെ മൻമേ ഏക് ആശ ദിഖായി ദേ രഹി ഹൈ. മക്കളുടെ എല്ലാം മനസ്സിൽ ഈ ഒരു ആഗ്രഹം ബാബ കാണുന്നുണ്ട്. ഏതാഗ്രഹം? കൈ ബച്ചോനെ സന്ദേശ് ഭേജ. പല കുട്ടികളും ബാബയുടെ അടുത്തേക്ക് ഈ സന്ദേശം അയച്ചിരുന്നു. ഞങ്ങൾക്കും അവ്യക്ത ലോകത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കൂ. എല്ലാവരുടെയും ആശകളെ പൂർത്തീകരിക്കാനുള്ള സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതെങ്ങനെ ബാബ ഞങ്ങളുടെ എല്ലാം ആശ പൂർത്തീകരിക്കും? അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്ദേശി പുത്രിമാരെ പോലെ ട്രാൻസിൽ പോകാൻ കഴിയുമോ? ഇല്ല. അവ്യക്ത ലോകത്തിൻ്റെ അനുഭവം നിങ്ങൾ മക്കൾക്കെല്ലാം ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ട്രാൻസിൽ പോകാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അവ്യക്ത ലോകത്തിൻ്റെ അനുഭവം ചെയ്യാൻ കഴിയും. എങ്ങനെ? ദിവ്യ ബുദ്ധിയുടെ ആധാരത്തിലൂടെ. वो अनुभव दिव्य दृष्टि द्वारा होने वाले अनुभव से भी സന്ദേശിമാർക്ക് ദിവ്യദൃഷ്ടിയിലൂടെ ബാബ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല അനുഭവം, വളരെ ലാഭകരമായ അനുഭവം നിങ്ങൾക്ക് ദിവ്യ ബുദ്ധിയിലൂടെ കിട്ടും. ഇത് അലൗകികവും വളരെ വിചിത്രവുമായിരിക്കും. ഇസ്ലിയെ ജോ ബി വത്സ്, നിങ്ങൾ എൻ്റെ മക്കൾ ആരെല്ലാം അവ്യക്ത വദനത്തിൻ്റെ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ബാബ് ദാദയുമായി ആത്മീയ സംഭാഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാർഗം ബാബ പറഞ്ഞു തരികയാണ്. എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കേട്ടോളൂ. വേ അമൃത് യാദ് മേ ബൈഠെ. ഇത് പറഞ്ഞു ബാബ, അമൃതവേളയിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് ഓർമ്മിക്കൂ എന്നെ. അവ്യക്ത സ്ഥിതിമേ സ്ഥിത് ഹോക്കർ റൂഹ് റിഹാൻ കരെ. എങ്ങനെ ഇരിക്കണം അമൃതവേളയിൽ? അവ്യക്ത സ്ഥിതിയിലിരുന്നു കൊണ്ട് ആത്മീയ സംഭാഷണം ഭഗവാനോടൊപ്പം ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അനുഭവമാകും, ബാബ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ സന്ദേശി പുത്രിമാർ വദനത്തിൽ പോകുമ്പോൾ ബാബയെ കാണുന്നത്, അതേപോലെ നിങ്ങളോട് ബാബ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അമൃതവേളയിൽ ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ്യക്ത സ്ഥിതിയിലിരുന്ന് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് അനുഭവമാക്കാം. വളരെ ഗുഹ്യവും ഗോപനീയവുമായ രഹസ്യങ്ങൾ, അതീവ ഗുഹ്യ രഹസ്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ അനുഭവമാക്കാം. परंतु ऐसे अनुभव के लिए एक बात आवश्यक है. പക്ഷേ ഇപ്രകാരം അമൃത് വേളയിൽ നിങ്ങൾക്ക് ബാബയോട് അവ്യക്ത സ്ഥിതിയിലിരുന്ന് സംസാരിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമുണ്ട്. എന്ത് വേണം? ഏകി അമൃത് വേളെ ഭി അവ്യക്ത സ്ഥിതിമേ വഹി സ്ഥിത് ഹോ സക്കേങ്കെ. അമൃതവേളയിൽ ആർക്കേ അവ്യക്ത സ്ഥിതിയിലിരിക്കാൻ കഴിയൂ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ബാബയുടെ മക്കളെല്ലാം? അമൃതവേളയിലും അവ്യക്ത സ്ഥിതി ഉണ്ടാകണമെങ്കിൽ जो सारा दिन അവ്യക്ത और अंतर्मुखी സ്ഥിതി में होंगे. മുഴുവൻ ദിവസത്തിലും അന്തർമുഖതയിൽ
അവ്യക്ത സ്ഥിതിയിൽ ആര് കാര്യവ്യവഹാരങ്ങൾ ചെയ്തോ അവർക്ക് അമൃതവേളയിലും അവ്യക്ത സ്ഥിതിയിലിരിക്കാൻ കഴിയും. ആ അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നവർക്ക് ബാബയുമായിട്ട് അവ്യക്ത മിലനം ആഘോഷിക്കാൻ കഴിയും. ക്ലിയറായില്ലേ? അപ്പോൾ ഫുൾ ഡേ നമ്മുടെ ദിനചര്യ എങ്ങനെയായിരിക്കണം എന്നർത്ഥം അല്ലേ? വ്യക്തത്തിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും അശരീരിയായി അന്തർമുഖിയായി നമ്മൾ ആരാണെന്നുള്ള ഓർമ്മയിലിരുന്നുകൊണ്ട് ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് മുഴുവൻ ദിവസവും ഉള്ളുകൊണ്ട് ബാബയുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഫുൾ ഡേ എല്ലാ ജോലിക്കാര്യങ്ങളും ചെയ്തുകൊണ്ടും നമ്മൾ അകത്തായിരിക്കണം. പുറത്തേക്ക് പോകരുത്, ബഹിർമുഖിയാക്കരുത്. എങ്കിലേ ഇരുന്ന് യോഗം ചെയ്യുമ്പോഴും നമുക്ക് ആ അന്തർമുഖി സ്ഥിതിയിലൂടെ നല്ല അനുഭവം കിട്ടുകയുള്ളൂ. अब अव्यक्त लोगों को व्यक्त लोक में ले आओ. അടുത്ത ബാബയുടെ മധുര മഹാവാക്യം. സൂക്ഷ്മവദനത്തെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ അവ പറയണേ, നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടം സൂക്ഷ്മവദനമാക്കാൻ കഴിയും. സൂക്ഷ്മ ലോകമേ വത്സുങ്കെ മൻകെ കൈ പ്രകാരക്കെ. വദനത്തിൽ ബാബയുടെ മക്കളുടെ എല്ലാം മനസ്സിലെ പല സങ്കല്പങ്ങളും ബാബയുടെ അടുത്ത് എത്തുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്താ ശിവബാബയുടെ മനസ്സ് ഇത്ര കഠിനമാണോ, കഠോരമാണോ? അല്ല, മക്കളെ സംഭവിക്കുന്നതിലെല്ലാം രഹസ്യങ്ങളും മംഗളവുമുണ്ട്. അതിനാൽ जो आवाज़ होती है उसे सुनकर हर्षाता रहता हूँ. अब सबके मन में एक भी संकल्प है कि ये सृष्टि ड्रामा जल्दी ख़त्म हो, परंतु क्या ये जल्दी ख़त्म होगा? ചിലരിങ്ങനെ ചിന്തിച്ചു, ബ്രഹ്മ ബാബ പോയില്ലേ, ഇനി ഈ ഡ്രാമ വേഗം അങ്ങ് തീർന്നാൽ മതി, ഞങ്ങൾക്കെല്ലാം ബാബയുടെ കൂടെ വേഗം പോകണം. അങ്ങനെ ചിന്തിച്ച കുട്ടികൾ ധാരാളം പേരുണ്ട്. അപ്പോൾ ബാബ ചോദിച്ചു, ബ്രഹ്മ ബാബ പോയി പറഞ്ഞ ഡ്രാമ എങ്ങനെ വേഗം തീരും? അങ്ങനെ പെട്ടെന്ന് നാടകം അവസാനിക്കില്ലല്ലോ. ഡ്രാമയ്ക്കൊരു വിധി. ബാബ ചോദിക്കണേ, ഡ്രാമയ്ക്കൊരു വിധിയില്ലേ? ആ വിധിയിലൂടെയല്ലേ പൂർത്തിയാകുള്ളൂ. ഭാവി तो बनी हुई है. കാരണം എന്താ? ഈ നാടകം എങ്ങനെ നടക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടതല്ലേ, അതേപോലെ തന്നെയല്ലേ നടക്കുള്ളൂ, നടന്നതുപോലെ. परंतु बनी हुई भावी में इतना तो अवश्य ही सभी को स्पष्ट मालूम होना चाहिए. പക്ഷേ ഈ ഉണ്ടാക്കപ്പെട്ട നാടകത്തെക്കുറിച്ച് എൻ്റെ മക്കൾ ഇത്രയും തീർച്ചയായും അറിഞ്ഞിരിക്കണമെന്ന് പറയണം ബാബ. ഏത് കാര്യം? जबकि कल पहले की तरह जल्दी का संकल्प आता है तो. ആരുടെയെങ്കിലും മനസ്സിൽ ഈ നാടകം വേഗം തീരട്ടെ എന്നൊരു സങ്കല്പം വന്നുവെങ്കിൽ ബാബ പറഞ്ഞു, അതും കല്പം മുമ്പ് വന്നതുപോലെ വന്നതാണ്. പക്ഷേ उसके साथ साथ अवश्य ही पहले भी तीव्र पुरुषार्थ किया होगा. ബാബ പറയണ ശരി, നാടകം വേഗം തീരട്ടെ എന്ന് നിങ്ങൾ സങ്കല്പം വെച്ചു, പക്ഷേ അതിനനുസരിച്ച് തീവ്ര പുരുഷാർത്ഥം ചെയ്തു. നിങ്ങൾ തയ്യാറായോ? तभी तो ये संकल्प आता है कि अब जल्दी ही ये समय पूरा हो. ബാബ പറയണ നിങ്ങൾ തീവ്ര പുരുഷാർത്ഥം ചെയ്തിട്ട് വേണം ഈ സങ്കല്പം വയ്ക്കാൻ. और सभी अव्यक्त लोग के वासी हो जाए. അങ്ങനെ നിങ്ങൾ റെഡിയായി കഴിഞ്ഞാൽ ബാബ പറയണേ, നിങ്ങൾ സങ്കല്പം വെച്ചോളൂ അവ്യക്തവദനവാസിയാകാൻ. अव्यक्त बनना तो है ही, परंतु क्या आप वर्षों में अभी इतनी शक्ति है कि अव्यक्त लोगों को खींच करके व्यक्त लोग में ला सके. ബാബ പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും അവ്യക്തമാകണം, പക്ഷേ നിങ്ങൾ എൻ്റെ മക്കൾക്ക് ഇപ്പോഴിത്രയും ശക്തിയുണ്ടോ? സൂക്ഷ്മവദനത്തെ നിങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ബാബ പറയണ അവിടുത്തെ അതേ അവസ്ഥ, ആ ലൈറ്റ് അവസ്ഥ നിങ്ങൾക്കിവിടെ ഇരുന്നു കൊണ്ട് ബാബ പറയണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ സൂക്ഷ്മവദനത്തെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നതുപോലെയാണ് പറയണ ബാബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യക്തലോകത്തിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ അവ്യക്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ വ്യക്ത സ്ഥിതിയിലിരിക്കുന്ന
അല്ലേ? സൂക്ഷ്മത്തിലിരിക്കുന്ന ഈശ്വരനുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. നമ്മളുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും, അല്ലേ? എല്ലാ ആത്മാക്കളുമായിട്ടും കണക്റ്റഡ് ആയിട്ട് മാറും. സൂക്ഷ്മ ലോക ഹേ ഉസ്കാ അനുഭവ കരോ. അടുത്തത് ബാബ പറയണേ, സൂക്ഷ്മവദനമുണ്ട്, അതിൻ്റെ അനുഭവം ചെയ്തോളൂ. कई वर्षों के लोक संग्रहार्थ कुछ प्रश्न भी सूक्ष्म लोक में पहुँचते हैं. എല്ലാവരുടെയും മംഗളത്തിനായിട്ടുള്ള ചില സങ്കല്പങ്ങൾ കുട്ടികളുടെ ബാബയുടെ അടുത്ത് എത്തുന്നുണ്ട്. കുച്ച് ഏക് വർഷോं का ये भी प्रश्न है कि सूक्ष्म लोक है या नहीं. ചില കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ബാബ ഇടയിലൊരു ലോകമുണ്ടോ? ഈ നാടകശാലയും ബ്രഹ്മലോകമല്ലേ ഉള്ളൂ, ഒരു സൂക്ഷ്മ ലോകമുണ്ടോ അതോ ഇല്ലയോ? കൈ ബച്ചെ ഈ സുൽझन में है. ചിലർക്ക് ഈ കൺഫ്യൂഷനുണ്ട്. साकार बाबा द्वारा तो ये कहा था कि सूक्ष्म लोक नहीं है, तो फिर साकार बाबा अब कहाँ गए. ചില കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, ബ്രഹ്മ ബാബ ഒരിക്കലും പറഞ്ഞിരുന്നു സൂക്ഷ്മ ലോകമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ബ്രഹ്മ ബാബ എവിടേക്ക് പോയി? अब अव्यक्त ബ്രഹ്മ कहाँ से मिलने आते. ഇപ്പോൾ ബ്രഹ്മ ബാബ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിലെത്തിയിട്ട് എവിടെ പോയിരിക്കണേ? എവിടുന്നാണ് വരുന്നത് ബാബ? സന്ദേശി കഹാൻ ജാത്തി ഹെ. സന്ദേശി പുത്രിമാർ എവിടെയാണ് പോയി ബാബയെ കാണുന്നത്? അവരെവിടെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്? ഭോഗ് സമർപ്പിക്കുന്നത് വദനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്കാ ഭി ജ്ഞാൻ സംജോ. ബാബ പറഞ്ഞ്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ജ്ഞാനം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കോളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ബാബയുടെ വളരെ സൂക്ഷ്മ കാര്യങ്ങളെക്കുറിച്ച് പറയണം. സാഗാർ ബ്രഹ്മ ദ്വാര ക്യൂം കഹാ ഗയ ഥാ. ബ്രഹ്മ ബാബ ഒരിക്കൽ സൂക്ഷ്മവദനമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട്. എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞു? കാരണം ചില ചെറിയ കുട്ടികൾ, ബാബ അതിനൊരു ഉദാഹരണം പറയാം. കൊച്ചുകുട്ടികൾ ഒരു സാധനത്തിൻ്റെ പിന്നാലെ തന്നെ ചുറ്റിക്കളിക്കുമ്പോൾ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ചുറ്റിക്കളിക്കുമ്പോൾ ആ സാധനം വീട്ടിലുണ്ടാവും. എന്നാൽ അച്ഛനമ്മ എന്ത് പറയും? वो चीज़ भले अच्छी भी होती है परंतु यदि वे हद से. പക്ഷേ ആ വസ്തു എത്ര നല്ലതാണെങ്കിലും അതിൻ്റെ പിന്നാലെ കുട്ടികൾ കൂടുതൽ അതിൻ്റെ പിന്നാലെ ആകർഷിക്കപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ അച്ഛനമ്മമാരെന്ത് ചെയ്യും? കുട്ടി അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്നു എന്ന് കാണുമ്പോൾ എന്താ ചെയ്യുക? അച്ഛനമ്മമാരെന്താ ചെയ്യുക? ആ വസ്തുവിനെ കുട്ടികളുടെ കണ്ണിൽ നിന്നും മറച്ചു വയ്ക്കും, അല്ലേ? അത് തന്നെയാണ് ബ്രഹ്മ ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ആ വസ്തു ഇല്ല എന്നല്ല, കുട്ടികളുടെ കണ്ണിൽ നിന്ന് ബാബ അതിനെ മറച്ചു വയ്ക്കുകയാണ്. കാരണം കുട്ടികൾ അതിലേക്ക് ടു മച്ച് പോകുന്നു എന്ന് കാണുമ്പോൾ, പരിധിക്കപ്പുറം പോകുമ്പോൾ. ऐसा इसलिए कहा जाता है कि उसकी जो बहुत ज़्यादा लगन लग गए. കാരണം ബാബ അത് പറയാൻ എന്താ കാരണം? ആ സമയത്ത് ചില സഹോദരന്മാർക്ക് തീവ്ര ഇച്ഛ വരാൻ തുടങ്ങി. എനിക്കും സാക്ഷാത്കാരം കാണണം, എനിക്കും ട്രാൻസിൽ പോകണം. ഈ ആഗ്രഹം കൂടിക്കൂടി വന്നു ചിലർക്ക്. ബാബയ്ക്ക് മനസ്സിലായി ഇത് ഇവരുടെ ആധ്യാത്മിക പുരുഷാർത്ഥത്തിന് തടസ്സമായിട്ട് മാറും. അപ്പോൾ ബാബയ്ക്ക് കുട്ടികളുടെ ഉള്ളിൽ ഈ ആവശ്യമില്ലാത്ത ആഗ്രഹത്തെ അടക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ബാബ ഒരു യുക്തി കണ്ടെത്തി. സൂക്ഷ്മലോകം അതെവിടെ? അങ്ങനെയൊന്നും ഇല്ല എന്ന് ബാബ പറഞ്ഞു. എന്തിനു വേണ്ടി? സാക്ഷാത്കാരം കാണണമെന്ന ആഗ്രഹം, ഇച്ഛയുടെ പിന്നാലെ കുട്ടികൾ അതിര് കടന്നു പോകാതിരിക്കാൻ വേണ്ടി. परंतु दूसरी ओर कुछ एक निरीक्षक ബ്രഹ്മകുമാരി ബഹനെ. പക്ഷേ ആ സമയത്ത് ഇച്ഛകളുടെയൊന്നും പിന്നിൽ പെട്ട് മായാവി പ്രഭാവം ഉണ്ടാകാത്ത ചില സഹോദരിമാർ ട്രാൻസിൽ പോയിരുന്നു, ഭോഗ് സമർപ്പിച്ചിരുന്നു, സന്ദേശം എടുത്തിട്ട് വരികയും ചെയ്തിരുന്നു. ആ സമയത്ത് തബ് ബാബാക്ക് ഉസ്മേ സ്വീകൃതി ഓർ സമ്മതി. അത് ബാബയുടെ അനുവാദത്തോടു കൂടിയാണ് അവർ പോയിരുന്നത്. അത് സ്പഷ്ട ഹേ കി വസ്തുവേ വ സൂക്ഷ്മ ലോക കാ അസ്തിത്വ. എൻ്റെ അർത്ഥം
സൂക്ഷ്മവദനം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ സന്ദേശിപുത്രിമാർ പോയി സന്ദേശം എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ബ്രഹ്മബാബ എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ മക്കൾക്ക്. കുട്ടികളെ ബാബയ്ക്ക് ശരിയായ വഴിയിൽ നയിക്കണമായിരുന്നു. ഇസി രീതി കൈ വൽസിനി ബാത്തോമേ ബഹുത് കുച്ച് ഛടക് ഗയേ ഥേ അത് ഉൻകി ബുദ്ധി കോ ഇസ് ബാത് സേ. ഇപ്രകാരം ചില കുട്ടികളുടെ ബുദ്ധി വളരെ നിർബന്ധ ബുദ്ധിയായിട്ട് വദനത്തിൽ പോകണമെന്ന ഇച്ഛയുടെ പിന്നാലെ കുട്ടികൾ ചുറ്റിത്തിരിയുന്നത് കണ്ടപ്പോൾ ബാബയ്ക്ക് അവരെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് സൂക്ഷ്മവദനമേ ഇല്ല എന്ന് ബാബ ആ സമയത്ത് കുട്ടികളോട് പറഞ്ഞത്. പരന്തു ബച്ചോं से यदि कोई चीज़ छिपाई जाती है तो वो चीज़, കുട്ടികളുടെ കണ്ണിൽ പെടാതെ വസ്തു മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് ആ വസ്തു ഇല്ലാതാകില്ലല്ലോ. ജിസ് ചീസ് കോ ബച്ചെ ബഹുത്, പക്ഷെ കുട്ടികൾ എന്തിനു വേണ്ടി വളരെയധികം വാശി പിടിക്കുന്നു, അപ്പോൾ അതിനെ മറച്ചു വെക്കേണ്ടിയും വരുമല്ലോ. ഇത് ബാബയുടെ ഒരു യുക്തി മാത്രമായിരുന്നു. അഗർ कहने का ये भाव होता कि सूक्ष्म लोग वास्तव में है ही नहीं, അല്ലാതെ സൂക്ഷ്മവദനമേ ഇല്ല എന്നതുകൊണ്ടല്ലല്ലോ ബാബ അങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ ഭോഗ് സമർപ്പിക്കുന്നത്, സന്ദേശിപുത്രിമാർ സന്ദേശം കൊണ്ടുവരുന്നത്, ഈ രീതികളെല്ലാം യജ്ഞത്തിൽ തുടർന്നു പോകുന്നുണ്ടല്ലോ. और जब कोई भी ऐसा कार्य होता था तो सागर ब्रह्मा स्वयं भी ऊपर से पुछवाते क्यों थे. ബ്രഹ്മ ബാബ പോലും ഏത് കാര്യത്തിലും തീരുമാനം എടുക്കണമെങ്കിൽ സന്ദേശിപുത്രിമാരെ വദനത്തിലേക്ക് വിടും. ആൾമൈറ്റി അതോറിറ്റി ശിവ ബാബയുടെ സന്ദേശം എടുത്തിട്ട് വരും. എന്നിട്ട് ആ ഡയറക്ഷൻ അനുസരിച്ചാണ് ബ്രഹ്മ ബാബ പോലും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ സന്ദേശിപുത്രിമാർ സൂക്ഷ്മവദനത്തിലാണ് പോയി സന്ദേശം കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ആവശ്യമില്ലാതെ വദനത്തിൽ പോകണം എന്ന ആഗ്രഹം കുട്ടികൾ വയ്ക്കാൻ പാടില്ല. ആര് ബാബ വിടുന്നു അവർ പോവുക, അതൊരു സേവനം പോലെ മാത്രമാണ്. അതൊരു സേവനമാണ്, സേവാർത്ഥമാണ് ട്രാൻസിൽ പോവുക, അല്ലാതെ ആഗ്രഹപൂർത്തീകരണത്തിനല്ല. ഇത് ബാബ ക്ലിയറാക്കുകയാണ്. വെറുതെ പോയി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. ബുദ്ധിബലം കൊണ്ട് പോയി വന്നാലേ വരുമാനമുള്ളൂ. प्यारे शिव बाबा की वाणी सुनकर ब्रह्मा बंसों के मन में ये भाव और फिर उत्कट हो गया कि अव्यक्त अवस्था में स्थित होना है. എന്നിട്ട് ബാബ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം? यही पुरुषार्थ रहे कि आने जाने के बजाय स्वयं सूक्ष्म वदनवासी होने का अनुभव कायम रहे, क्योंकि इसमें ही कमाई है. ബാബ പറഞ്ഞു, മക്കളെ, സൂക്ഷ്മവദനത്തിൽ പോയി വരിക എന്നുള്ളതല്ല, നിങ്ങളിവിടെ ഇരിക്കെ തന്നെ നിങ്ങളുടെ അവസ്ഥ സദാ സൂക്ഷ്മവദനവാസിയുടേതാകണം. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. സദാ സൂക്ഷ്മവദനവാസിയാകൂ പറഞ്ഞു ബാബ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലേ, ഈ വ്യക്ത ശരീരത്തിലിരിക്കുമ്പോഴും വ്യക്തഭാവം ഇല്ലാതിരിക്കുക, ശരീരബോധം ഇല്ലാതിരിക്കുക, അവ്യക്ത ഭാവത്തിൽ ഇരിക്കുക. എല്ലാവരുടെയും കൂടെ ഇടപഴകുമ്പോഴും എല്ലാവരും ശരീരത്തിലാണ്, പക്ഷേ എല്ലാവരോടൊപ്പം ഇടപഴകുമ്പോഴും ആത്മഭാവത്തിൽ ഇടപഴകുക, ആത്മാഭിമാനിയായി അല്ലേ കാര്യവ്യവഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ ബാബ പറയുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ സദാ സൂക്ഷ്മവദനവാസിയുടെ അനുഭവത്തെ നിലനിർത്തും, എങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സമ്പാദ്യം ഉണ്ടാക്കാം. അല്ലാതെ ഇത്തിരി നേരം പോയിരിക്കുക, പിന്നെ താഴെ വന്നിട്ട് പിന്നെ അല്ലേ വ്യക്തഭാവത്തിലേക്ക് വരിക. അപ്പം നമ്മൾ അങ്ങനെയല്ലേ, കുറച്ച് നേരം ഇരുന്ന് യോഗം ചെയ്യുമ്പോൾ നല്ല അനുഭവം ഉണ്ടാവും, പിന്നെ വീണ്ടും കാര്യവ്യവഹാരത്തിൽ പോകുമ്പോൾ കുറച്ച് ലൂസാകും, ദേഹബോധത്തിലേക്ക് വരും. ഇതിൽ നിന്ന് മാറി ബാബ പറയുന്നത് സദാ എന്ത് ചെയ്യുക? സൂക്ഷ്മവദനവാസികളായി ആ സൂക്ഷ്മസ്ഥിതിയിലേക്ക് വരൂ പറയണം ബാബ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പുരുഷാർത്ഥം ഇതാണ് അല്ലേ. ഈ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും വയ്ക്കാം.
ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കാം. അവ്യക്തസ്ഥിതിയിൽ എനിക്ക് സദാ ഇരിക്കണം. യോഗം ചെയ്യാനിരിക്കുമ്പോൾ ഉള്ള ആ അവസ്ഥ, ആന്തരികമായ സ്ഥിതിയിലിരുന്നുകൊണ്ട് എനിക്ക് കാര്യവ്യവഹാരങ്ങളും ചെയ്യണം. പ്രിയപ്പെട്ട ശിവബാബയുടെ മധുരമഹാവാക്യങ്ങൾ കേട്ടിട്ട് ബാബയുടെ എല്ലാവരുടെയും മക്കളുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ഉയർന്ന ശ്രേഷ്ഠ സങ്കല്പം വന്നു, നമുക്കും അവ്യക്ത സ്ഥിതിയിലിരിക്കണം. परंतु सूक्ष्म रूप में उनके मन में ये भी भाव समाया था. സൂക്ഷ്മത്തിലെ ഭാവം ഉണ്ടായിരുന്നു. ഈ സമയം ഹം ബ്രഹ്മബാബയോടൊപ്പം അവ്യക്ത രൂപത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. വ്യക്തരൂപത്തിൽ ഇനി ബ്രഹ്മബാബയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളും അവ്യക്ത സ്ഥിതിയിലേക്ക് ഉയർന്നാലേ സൂക്ഷ്മവദനവാസിയായ ബാബയോടും സംസാരിക്കാൻ കഴിയും. ऐसा तो प्यार के सागर शिव बाबा और ब्रह्मा बाबा ने भी സ്നേഹക്കടലായ ശിവബാബയും ബ്രഹ്മബാബയും ഇതേ സങ്കല്പം എടുത്തിട്ടുണ്ട്. ब्रह्मा बाबा ने ब्रह्मा कुमारी गुलजार दादी के माध्यम से वर्षों से मुलाकात की. ब्रह्मा बाबയും ശിവബാബയും ചേർന്ന് ഗുൽസാർ ദാദിയുടെ മാധ്യമത്തിലൂടെ കുട്ടികളോട് സംസാരിച്ചു. और संबोधन भी किया. കുട്ടികളെല്ലാം കണ്ടു. प्रस्तुत होने वाली वाणी में पहले ब्रह्मा बाबा के महवाक्य है. ബ്രഹ്മ ബാബയും ഗുൽസാർ ദാദിയുടെ ശരീരത്തിൽ വന്നിട്ട് സെപ്പറേറ്റ് വന്നിട്ട്, ഒന്ന് ബാബ്ദാദ രണ്ടുപേരും കൂടെ വരുന്നത്. ബ്രഹ്മ ബാബ സ്വയം വന്നിട്ട് കുട്ടികളെ കണ്ടു, കുട്ടികളോട് സംസാരിച്ചു. ആ മഹാവാക്യങ്ങളും ഉണ്ട്. प्रस्तुत होने वाली वाणी में पहले ब्रह्मा बाबा के महवाक्य है और बाद में उनके प्रस्थान करने के बाद ब्रह्मा कुमारी गुलजार से ध्यान अवस्था में उनकी जो बातचीत हुई थी वो लिप्त है. രണ്ടും ഉണ്ടെന്ന് പറയണം. ഒന്ന് ബാബ സ്വയം കുട്ടികളോട് സംസാരിച്ചത്, ബ്രഹ്മ ബാബ വന്നിട്ട്, പിന്നെ ദാദി ട്രാൻസ് അവസ്ഥയിൽ ദാദിക്ക് കിട്ടിയ സന്ദേശം. രണ്ടും വെവ്വേറെയുണ്ട്. ട്രാൻസിൽ കിട്ടിയ മെസ്സേജ്, പിന്നെ ബ്രഹ്മ ബാബ സ്വയം സംസാരിച്ചത്. ഓം ശാന്തി. ഇന്നെന്താ പാഠം കിട്ടിയത് ബാബയിൽ നിന്ന്? നമുക്കെല്ലാവർക്കും ബ്രഹ്മബാബയെ പോലെ അവ്യക്ത സ്ഥിതിയിലേക്ക് വരണം. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞ ബാബ? ഇവിടെ ഇരുന്നുകൊണ്ട് നാടകത്തിലെ പാർട്ട് അഭിനയിച്ചുകൊണ്ട് സൂക്ഷ്മവദനത്തെ ഇവിടേക്ക് കൊണ്ടുവരണം. അർത്ഥം നമ്മുടെ സൂക്ഷ്മസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ ഭഗവാനുമായിട്ട് എപ്പോഴും നമുക്ക് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കാം. ഓം ശാന്തി. पवित्रता की राह पर, पवित्रता की राह पर हमको चलते जाना है. पवित्रता की राह पर हमको चलते जाना है. जो भी मिले राह में उस मंजिल पर पहुंचाना है. जो भी मिले राह में उस
उस मंजिल पर पहुंचाना है।